ഇപ്പൊ ജൂത സമൂഹത്തെ കുറിച്ച് പറയുമ്പോ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട് ബനൂ ഇസ്രായേലികളെ കുറിച്ച്. അവരതിര് കടന്ന സമൂഹമായിരുന്നു എന്നാണ് നിരന്തരം അള്ളാഹ് പറയുന്നുണ്ട്. അവരല്ലാഹനെ ധിക്കരിച്ചവരാണ്. ഒരുപാട് അമ്പിയാക്കളെ നിഷ്ഠൂരമായി ബിഗൈരി ഹഖ്ഖിൻ, ഒരു കാരണമില്ലാതെ കൊന്നുകളഞ്ഞവരാണ്. അല്ലെങ്കിൽ അമ്പിയാക്കളെ കൊല്ലാൻ മാത്രം കാരണമൊന്നും അവരുണ്ടാക്കൂല. പക്ഷെ ഇവർക്ക് പറയാൻ പോലുള്ള കാരണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വെറുതെ നിരന്തരം കൊല നടത്തിയവരാണ് ജൂത സമൂഹം. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയാണ് അവരുടെ പ്രവാചകനായിരുന്നു. ഒരുപാട് പ്രവാചകന്മാരിൽ വളരെ ശ്രദ്ധയാകർഷിച്ചൊരു പ്രവാചകരായിരുന്നു സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആ മൂസാ നബിയിൽ നിന്ന് എല്ലാം നേടാൻ പറ്റുന്നതൊക്കെ നേടിയെടുത്തിട്ടുണ്ട് ഇവന്മാര്. എന്നിട്ട് കാണിച്ചു കൊടുത്തതൊക്കെ നന്ദികേടാണ്. ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുത്തി ഫലസ്തീനിലേക്ക് വന്ന ഉടൻ തന്നെ നന്ദികേട് കാണിച്ച ജൂതന്മാർ. നിരന്തരം നന്ദികേടുകൾ മാത്രം കാണിച്ചൊരു സമൂഹം. പക്ഷെ അള്ളാഹ് അവരെ പിന്നെയും വിളിച്ചത് യാ അഹ്ലൽ കിതാബ് എന്നാണ്. കിതാബ് വേദഗ്രന്ഥം നൽകപ്പെട്ട സമൂഹമേ. അള്ളാഹ് എന്തിനത് പറഞ്ഞു തരുന്നത്? മുസ്ലിംകളെ, നമ്മളും മറ്റൊരു അഹ്ലുൽ കിതാബാണ്. നമ്മളും വേദഗ്രന്ഥം നൽകപ്പെട്ട മറ്റൊരു സമൂഹമാണ്. നിങ്ങൾ അവരെ പോലെ ആയാൽ നിങ്ങൾക്ക് നാശമുണ്ട് എന്ന് പഠിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൃത്യമായിട്ട് നമുക്കിത് പഠിപ്പിച്ചു തരുന്നത്. ഞാൻ ഈ അടുത്ത് അലിമിയാൻ സാഹിബിന്റെ ഒരു പുസ്തകം വായിച്ചു, ഒരു കിതാബ് വായിച്ചു. വളരെ മനോഹരമായിട്ട് അലിമിയാൻ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ജൂതന്മാരുടെ ചില സ്വഭാവത്തെക്കുറിച്ചൊക്കെ. അദ്ദേഹം ഒരുപാട് റിസർച്ച് നടത്തിയിട്ടാണ് ആ ഗ്രന്ഥം തയ്യാറാക്കുന്നത്. അലിമിയാന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചപ്പോ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ജൂത സമൂഹത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് കസുവത്തുള്ളവരാണ്, ഹൃദയം കടുത്തുപോയവരാണ്. ഹൃദയം അവരുടെ ഒരു കാരുണ്യം എന്ന് പറയുന്ന സംഗതി അവരിൽ ഭൂരിഭാഗം ആളുകൾക്കും തൊട്ടി തീണ്ടിയിട്ടുണ്ടാവില്ല. അതാണ് നമ്മൾ സിയോണിസ്റ്റുകളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്നത്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് മനുഷ്യ രക്തത്തോട് അറപ്പില്ലാത്തവരാണ് അവർ എന്നാണ്. മനുഷ്യരക്തം എത്ര കണ്ടാലും കൊതി തീരാത്തവണ്ണം ചെറിയ കുഞ്ഞുമക്കൾ ഭക്ഷണം കാണിച്ചവരെ വിളിച്ചു വരുത്തിയില്ലേ ഗസയില്? ചെറിയ കുഞ്ഞുമക്കൾ വിശന്ന് അട്ടഹസിക്കുന്ന കുഞ്ഞുമക്കളെ ഭക്ഷണം കാണിച്ച് വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ജനനേന്ദ്രിയം നോക്കി വെടിവെച്ചിട്ട നരാധമന്മാർ. അവർക്ക് ചോര കണ്ട് അറപ്പ് തീർന്നവരാണവർ. ചോര കണ്ടാൽ അതിനോട് അറപ്പില്ലാത്ത ആളുകളായി മാറിയ അത്രമേൽ ഹൃദയം കടുത്തുപോയ ആളുകൾ. മൂന്നാമത് അദ്ദേഹം പറയുന്നുണ്ട് ശത്രു എന്ന് അവർ സങ്കല്പിച്ചിട്ടുള്ളത് ആരെയൊക്കെയാണോ അവരെ നശിപ്പിക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും അവസരം തേടി നടക്കുന്നവരാണവർ. നാലാമതായി അലിമിയ സാഹിബ് പറയുന്നുണ്ട് ഒരു നിയമത്തെയും വിലവെക്കാത്തവരാണവർ. അന്താരാഷ്ട്ര നിയമങ്ങൾ എത്രമേൽ കൃത്യമാണ് പലയിടങ്ങളിലും. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജൂതരാഷ്ട്രം അതിനെ പാലിക്കുന്നുണ്ടോ? ഇറാഖിലേക്ക് അവർ കടന്നു ചെന്നത് എങ്ങനെയാണ്? ആണവായുധത്തിന്റെ പേരിൽ അവിടെ കടന്നു ചെന്നു. പക്ഷെ അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി അങ്ങോട്ട് കടന്നു ചെന്നവർ. ഇറാനിലേക്ക് അവർ കൈകടത്തിയത് എങ്ങനെയാണ്? എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഖത്തറിലേക്ക് അവർ ആക്രമണം അഴിച്ചുവിട്ടതും എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ്. അതാണ് അലിമിയ സാഹിബ് കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ട് ഇവരുടെ ഏറ്റവും മോശം സ്വഭാവങ്ങളിൽ പെട്ടതാണ് ഇത് എന്നാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. എവിടെയാണ് അറബ് സമൂഹം? എവിടെയാണ് അറബ് സമൂഹം? എന്താ ഇവർക്കൊന്ന് ഒന്നിച്ചു നിന്ന് ഡയലോഗുകൾ അടിക്കാൻ ആരെ കൊണ്ടും പറ്റും? ഞങ്ങൾ ഫലസ്തീനിലേക്ക് ഗസയിലേക്ക് ഭക്ഷണത്തിന്റെ ചരക്ക് കപ്പലുകൾ കയറ്റി അയക്കുന്നുണ്ട്. അതൊന്നും അല്ലല്ലോ അവിടെ വേണ്ടത്. അവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ എന്തേ പറ്റാതെ പോയി? അപ്പൊ ചില മൗലവിമാർ എഴുതി വിടുകയാണ് ഇങ്ങനെ, നമ്മളിപ്പോൾ അറബികളെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഒന്നിച്ചു നിൽക്കാണ് വേണ്ടത്. നമ്മൾ ഒന്നിച്ചു നിൽക്കണം. അതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ പൊതുശത്രുവിനെതിരിൽ, ഫാസിസ്റ്റുകൾക്കെതിരിൽ മുസ്ലിംകൾ ഒന്നിച്ചൊരുമിച്ച് നിൽക്കണം. അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്ന ആ സംഗതിയെ നിരാകരിച്ചുകൊണ്ടാകരുത്. അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിന്ന് എന്തുകൊണ്ട് ഇസ്രായേലിനെതിരെ ശബ്ദിക്കാൻ പറ്റുന്നില്ല? ഇപ്പൊ ഖത്തറിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടപ്പോഴും ബാക്കിയുള്ള അറബ് സമൂഹങ്ങൾ വെറുതെ ഡയലോഗ് അടിക്കുന്നു എന്നതിലപ്പുറം ഒരു കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ തല ആരുടെ അടിയിൽ കൊണ്ടുപോയാണ് വെച്ചിരിക്കുന്നത്? ചോദിച്ചു പോകില്ലേ നമ്മൾ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്, അന്ത്യകാലം അടുത്തു വരുമ്പോ മുസ്ലിം ഉമ്മത്തിന്റെ വീടുകളിലേക്ക് ഏറ്റവും മോശമായ ആക്രമണങ്ങൾ അടിച്ചുവിടപ്പെടുമ്പോ നിങ്ങളുടെ അറബ് തമ്പുരാക്കന്മാർ മഹ് മഹ് എന്ന് പറഞ്ഞാൽ ഖ മ എന്നൊരു അക്ഷരം പോലും മിണ്ടാതെ കൊട്ടാരങ്ങളിൽ ഒളിക്കുമെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമേൽ കൃത്യമായി നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രാർത്ഥന മാത്രമല്ല, കൃത്യമായ ഉപരോധം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെല്ലാം ഉണ്ടോ നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ അതിനെയൊക്കെ മാറ്റി നിർത്തണം. ഒരു മന്തി കഴിച്ചാൽ ഉടൻ തന്നെ കോള കഴിക്കണമെന്നുള്ള നമ്മുടെ ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലോ.
നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ്. ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളെ മാറ്റാനാണ് കാർബൺ ഡയോക്സൈഡ് ഒക്കെ അടിച്ചു കയറ്റിയിട്ടുള്ള ഇത്തരം ശീതളപാനീയങ്ങൾ ഇതിന്റെ ഗ്യാസിനെ ഇല്ലാതാക്കും എന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട്. നിങ്ങൾ ഏത് ഡോക്ടറോട് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ, ഗ്യാസിനെ ഇല്ലാതാക്കല്ല, നിങ്ങളുടെ ഗ്യാസിന്റെ പ്രശ്നം കൂട്ടുകയാണത് ചെയ്യുക. താൽക്കാലികമായി നമുക്ക് ലഭിക്കുന്ന ഒരു ഏമ്പക്കം അങ്ങ് പുറത്തു പോയി കഴിഞ്ഞാൽ ഗ്യാസിൽ നിന്ന് റിലീവായി എന്നുള്ള തെറ്റിദ്ധാരണയാണ്. അപ്പൊ നമ്മളെ കൊണ്ട് മാറ്റി നിർത്താൻ പറ്റുന്ന സംഗതികളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഗസയിലെ, ഫലസ്തീനിലെ നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനെങ്കിലും നമുക്ക് കഴിയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ജൂത സമൂഹത്തെ പോലെ നിങ്ങളാകരുത്. പരിശുദ്ധ ഖുർആൻ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തിയത് അഹ്ലുൽ കിതാബ്, അങ്ങനെയുള്ള അഹ്ലുൽ കിതാബിനെ പോലെ നിങ്ങളും അഹ്ലുൽ കിതാബാണ്, നിങ്ങൾ ഖുർആനിന്റെ അഹ്ലുകാരാണ്, നിങ്ങൾ മാറിപ്പോകരുത്. അതിനു വേണ്ടിയിട്ടാണ് കൃത്യമായി പടച്ചോൻ അത് പറഞ്ഞു തന്നത്.